ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്നൊരു കുക്കർ ഉപയോഗിച്ച് വീട് മുഴുവൻ വൃത്തിയാക്കി നല്ല സുഗന്ധം പരത്തിയെടുത്താലോ. പ്രത്യേകിച്ച് നല്ല കട്ടിയുള്ള അഴുക്കുള്ള അല്ലെങ്കിൽ ദുർഗന്ധം പിടിച്ച മെത്തകളും അതുപോലെ കട്ടിയുള്ള അഴുക്കുകൾ എന്തൊക്കെയുണ്ടെന്നുണ്ടെങ്കിലും നല്ല തുണി കൊണ്ടുള്ള സോഫയൊക്കെ നമുക്ക് അധികം വെള്ളമൊന്നും ഉപയോഗിക്കാണ്ട് തന്നെ വൃത്തിയാക്കി വീട് മുഴുവൻ സുഗന്ധം പരത്താൻ പാകത്തിനുള്ള ടിപ്സുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കിയാൽ ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം. If you are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന കുക്കർ ടിപ്സിൽ ആദ്യമായിട്ട് പറയുന്നത്, കുക്കർ ഉപയോഗിക്കുന്ന സമയത്ത് അത് പാചകം ചെയ്ത് അതിൻ്റെ ആ ഒരു വിസിലൊക്കെ അടിച്ചിട്ട് അതിൻ്റെ പ്രഷർ അങ്ങനെ തന്നെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിൻ്റെ ആവിയൊക്കെ കളഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ നേരെ റണ്ണിങ് വാട്ടറിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നത് വളരെ അപകടകരമാണ്. അതിന് പകരമായിട്ട് ഇതുപോലെ ഒരു കോട്ടൺ ക്ലോത്ത് എടുക്കുകയായിരിക്കും നല്ലത്. അത് നന്നായിട്ടൊന്ന് വെള്ളം നനച്ച് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. ഇനി ചൂടായിരിക്കുന്ന ഈ ഒരു പ്രഷർ കുക്കറിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് നിവർത്തി ഇട്ട് കൊടുക്കുക. അപ്പോൾ എളുപ്പത്തിൽ ആവി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ടിപ്പ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. റണ്ണിങ് വാട്ടറിൻ്റെ അടിയിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നത് ഒഴിവാക്കുക. ഇനി അടുത്തതായിട്ട് പറയുന്നത്, കറണ്ട് ഒന്നും ഇല്ലെങ്കിൽ പോലും അഥവാ ഇനി കറണ്ട് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡിൽ തുണികളൊക്കെ തേച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ലാഭിക്കാനായിട്ട് കഴിയുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിപ്പമുള്ള കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തേച്ചെടുക്കാനുള്ള തുണി ഇവിടെ സെറ്റാക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് പ്രഷർ കുക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ചുളിവുള്ള കോട്ടൺ തുണി തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിന് മുകളിലേക്കായിട്ട് ഞാൻ ചൂടുള്ള വെള്ളം ഉള്ള പ്രഷർ കുക്കർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയൊന്ന് ഞാൻ തേച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. 1-2 പ്രാവശ്യം അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ ചുളിവുകളെല്ലാം മാറി നന്നായിട്ട് തന്നെ അയൺ ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ കറണ്ട് പോകുന്ന സമയത്ത് ഇസ്തിരിപ്പെട്ടി ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു മെത്തേഡിൽ വീട്ടിലുള്ള എല്ലാ തുണികളും തന്നെ നമുക്ക് അയൺ ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ കറണ്ട് ഉണ്ടെങ്കിൽ കൂടി കറണ്ട് ലാഭിക്കാനായിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ അയൺ ബോക്സ് ഉപയോഗിച്ച് ചെയ്യുന്ന അത്ര സ്പീഡിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റില്ല. ചൂടാറുന്നതിനനുസരിച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുത്ത് വേണം ഇത് സാവകാശം അയൺ ചെയ്തെടുക്കാൻ. അപ്പോൾ കറണ്ട് ഇല്ലാത്ത സമയത്ത് പെട്ടെന്നൊരാവശ്യത്തിന് നമുക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡ്രസ്സൊക്കെ അയൺ ചെയ്തെടുക്കാനായിട്ട് എന്തുകൊണ്ടും ഈ ഒരു രീതി സഹായിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് കുക്കറിൻ്റെ മൂടി വെച്ച് നമുക്ക് വീട് മുഴുവൻ വൃത്തിയാക്കാൻ പറ്റുന്ന ഉപകാരപ്പെടുന്ന ടിപ്സുകളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിൻ്റെ വെയിറ്റും ഉള്ളിലുള്ള ഗ്യാസ്കറ്റും ഒക്കെ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പാത്രത്തിലേക്ക് ഞാൻ അല്പം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വാഷിംഗ് ലിക്വിഡാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ അലക്കാൻ ഉപയോഗിക്കുന്ന വാഷിംഗ് ലിക്വിഡാണ്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്ലീനിങ്ങിന് എന്തുകൊണ്ടും നല്ലതാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. ഈ 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ക്ലീനിങ് ചെയ്യുന്നത്. ഇനി ആ വെള്ളം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു കോട്ടൺ തുണി എടുത്ത് അതിലേക്ക് മുക്കി പിഴിഞ്ഞെടുക്കുക. ഇനി നമുക്ക് ആ മൂടിയിലേക്ക് ഇതിൽ കാണിക്കുന്നത് പോലെ റാപ്പ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ഞാൻ റാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത് എവിടെയാണോ, അഴുക്ക് പിടിച്ചാൽ കുട്ടികളൊക്കെ ഉറങ്ങുന്ന ബെഡാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും അല്ലേ. അങ്ങനെയുള്ള ബെഡുകളൊക്കെ വെള്ളമൊക്കെ ഒരുപാട് ഒഴിച്ച് വൃത്തിയാക്കി എടുക്കുന്നതിന് പകരം നമുക്കിപ്പോൾ വെയിലില്ലെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. എത്ര തന്നെ കട്ടിയുള്ള അഴുക്കും പൊടിയും ചെളിയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇതുപോലെ ബെഡ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരുപാട് വെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതേ രീതിയിൽ തന്നെ നമുക്ക് സോഫയായാലും ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അത് പ്രത്യേകിച്ച് തുണി കൊണ്ടുള്ള സോഫയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ എപ്പോഴും അവർ മൂത്രമൊഴിക്കുകയോ വെള്ളം ഒഴിക്കുകയോ ഒക്കെ ചെയ്തിട്ട് വൃത്തികേടൊക്കെ ആയിട്ടുള്ള സോഫകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുത്താൽ മതിയാകും.
പൊടിയൊക്കെ പിടിച്ചിരിക്കുന്ന സോഫ ക്ലീൻ ചെയ്യാൻ ഇതിലും നല്ലൊരു മെത്തേഡ് വേറെ ഇല്ല കേട്ടോ. നമ്മളിതിൽ ബേക്കിംഗ് സോഡയും അതുപോലെ വാഷിംഗ് ലിക്വിഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സുഗന്ധം ഉണ്ടാകുന്നതാണ്. അപ്പോൾ വേറെ ലിക്വിഡോ സെൻറ്റോ പെർഫ്യൂമോ ഒന്നും തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടില്ല. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് തറയും തുടച്ചെടുക്കാം. തറ തുടയ്ക്കുന്ന തുണി ഇതുപോലെ തന്നെ റാപ്പ് ചെയ്ത് കൊടുത്തിട്ട് തറയും തുടച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് മോപ്പോ ബ്രഷോ വൈപ്പറോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വീട് മൊത്തം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് കുക്കർ ഉപയോഗിച്ച് അധികം വെള്ളമൊന്നും ഉപയോഗിച്ച് തിളപ്പിക്കാതെ തണുത്തിരിക്കുന്ന ചോറ് എങ്ങനെയാണ് പെട്ടെന്ന് 2-3 മിനിറ്റ് കൊണ്ട് ചൂടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അതുമാത്രമല്ല ചൂടോടുകൂടി തന്നെ ഒരു 3-4 മണിക്കൂർ ഇരിക്കാനായിട്ട് റൈസ് കുക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ ഒരു പ്രഷർ കുക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുക്കർ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തണുത്ത ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് പ്രഷർ കുക്കർ അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലുള്ള വെയിറ്റ് മാറ്റി കൊടുക്കണം. മാത്രമല്ല ഗ്യാസ് നല്ല സ്ലോ ഫ്ലെയിമിൽ വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ ഒരു 2-3 മിനിറ്റ് മാത്രം നമുക്കിങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചോറ് അടിയിലൊന്നും പിടിക്കാതെ തന്നെ നല്ലതുപോലെ ചൂടായി കിട്ടുന്നതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ 3 മിനിറ്റോളം ഞാനിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നുണ്ടേ. 3 മിനിറ്റിന് ശേഷം ഞാനിവിടെ പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. നല്ല ആവിയോടുകൂടി തന്നെ ചോറെല്ലാം നമുക്ക് ചൂടായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നന്നായിട്ട് തന്നെ ചോറ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചൂടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുക്കുന്നതിനിടയിൽ അതിൻ്റെ ആവിയൊക്കെ തട്ടിയിട്ട് ആ ഒരു ക്യാമറ ബ്ലറായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കട്ട് ചെയ്യാതെ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടില്ല, നല്ല മുല്ലപ്പൂ പോലത്തെ ചോറ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെറും 3 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ കുക്കർ ഉപയോഗിച്ച് ചോറ് ചൂടാക്കി എടുത്തിരിക്കുന്നത്. അതും ഒരുപാട് വെള്ളമൊന്നൊഴിച്ച് തിളപ്പിക്കാതെ തന്നെ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലാന്നുണ്ട് കുക്കർ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ഇത് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇന്ന് ഞാൻ ഷെയർ ചെയ്ത കുക്കർ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ടിപ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് ഇനിയിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.